പയ്യന്നൂരിലെ CPM അക്രമം സാമ്പിൾ വെടിക്കെട്ടെന്ന് ഏരിയ സെക്രട്ടറി പി സന്തോഷ് കുമാർ. പയ്യന്നൂരിലെ പാർട്ടി എന്താണെന്ന സൂചനയാണ് നൽകിയത്. MLA-ക്കെതിരെ പ്രതിഷേധിക്കാൻ വന്നാൽ സ്വന്തം തടി കാക്കേണ്ടി വരുമെന്നും ഭീഷണി. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവർക്ക് ഒപ്പം പാർട്ടി പ്രവർത്തകർ പോകില്ലെന്നും പി സന്തോഷ് കുമാർ പറഞ്ഞു. ആദ്യം സന്തോഷ് കുമാറിന്റെ വാക്കുകൾ കേൾക്കാം. ഞങ്ങൾക്ക് ഈ നാട്ടിലെ കോൺഗ്രസുകാരോട്, ഞങ്ങൾക്ക് ഈ നാട്ടിലെ BJP-ക്കാരോട് പറയാനുള്ളത്, ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ഇതാ ചെങ്കൊടിക്ക് നേരെ വന്നാൽ ഇതാ നവർന്നു പോകാൻ പയ്യന്നൂർ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കാം. നമുക്ക് രാഷ്ട്രീയ സംവാദം നടത്താം, നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ പഥ്യം വെല്ലുവിളിക്കുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വന്നാൽ അത് നല്ലതിനായിരിക്കില്ല എന്നതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ അപവാദങ്ങൾക്ക് മുമ്പിലും സിനിമയുടെ പക്ഷത്ത്, ചെങ്കൊടിയുടെ പക്ഷത്ത് ഉറച്ചു നിന്നിട്ടുള്ള പയ്യന്നൂരിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇത്തവണയും ആ കാര്യം നിറവേറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നതിന്റെ സാമ്പിളിന് തൊട്ട് മുമ്പുള്ള സൂചകമാണ് ഈ പ്രകടനം, ഈ പ്രതിഷേധ യോഗം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. വാർത്തയുടെ വിവരങ്ങളുമായി മിഥുൻ പിള്ളയാണ് ചേരുന്നത്. മിഥുൻ പിള്ള, കട്ട MLA-യെ, പണം അപഹരിച്ച MLA-യെ സംരക്ഷിക്കുക, അത് തുറന്നു പറഞ്ഞ ഏരിയ സെക്രട്ടറിയെ നിലയ്ക്ക് നിർത്താൻ പോകും എന്നുള്ള ഭീഷണി, ഒപ്പം പ്രതിഷേധിച്ചവരെ മുഴുവൻ ആക്രമിക്കുമെന്ന ഭീഷണി. CPM-ന്റെ ഗുണ്ടായുസമാണ് യഥാർത്ഥത്തിൽ ഈ സന്തോഷ് കുമാറിന്റെ വാക്കുകളിൽ കാണുന്നത്. വിവരങ്ങൾ. നിലിമ പറഞ്ഞത് ശരിയാണ്. അതായത് രക്തസാക്ഷി ഫണ്ടിൽ കൈയിട്ട് വാരിയ, അല്ലെങ്കിൽ പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണത്തിന്റെ മറവിൽ വലിയ അഴിമതി നടത്തിയ MLA-യെ പിന്തുണയ്ക്കുക, ആ വിവരങ്ങൾ പുറത്തു പറഞ്ഞ ജില്ലാ കമ്മിറ്റി അംഗത്തെ വേട്ടയാടുക തുടങ്ങിയ നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളാണ് കുഞ്ഞികൃഷ്ണൻ എന്ന സൂചനയാണ് ഇന്നിപ്പോൾ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ CPM-ന്റെ ഏരിയ സെക്രട്ടറിയായ പി സന്തോഷ് കുമാർ പറഞ്ഞത്. മാത്രമല്ല, ഇന്നിപ്പോൾ നമുക്കറിയാം, BJP പ്രവർത്തകർക്ക് നേരെയും കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയും പയ്യന്നൂരിൽ അക്രമം നടന്നിരുന്നു. ഈ അക്രമത്തെയാണ് ഇതൊരു സാമ്പിൾ വെടിക്കെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണി സ്വരമുയർത്തുകയാണ് പി സന്തോഷ് കുമാർ ചെയ്യുന്നത്. പയ്യന്നൂരിലെ പാർട്ടി എന്താണെന്ന സൂചനയാണ് നൽകിയത്. MLA-ക്കെതിരെ പ്രതിഷേധിക്കാൻ വന്നാൽ സ്വന്തം തടി കാക്കേണ്ടി വരുമെന്നാണ് ഭീഷണി. അതായത് വീണ്ടും ആക്രമിക്കാൻ തങ്ങൾക്ക് മടിയില്ല എന്ന സൂചന തന്നെയാണ് പി സന്തോഷ് കുമാർ നൽകുന്നത്. ഏതായാലും ഈ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ഭീഷണികളെ ഭയന്നുകൊണ്ട് പ്രതിഷേധ പരിപാടികളിൽ നിന്ന് പിറകോട്ടില്ല എന്നൊരു നിലപാട് തന്നെയാണ് BJP ഉൾപ്പെടെ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഈ CPM കാലങ്ങളായി തുടരുന്ന ഭീഷണിയുടെ സ്വരം തന്നെയാണ് ഇപ്പോൾ പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നീലിമ. ശരി മിഥുൻ.